വെൽക്കം ടു പ്ലാൻ സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ജിംനോസ്പോമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ്സും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നീറ്റോപ്സിഡ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അസേർഷൻ പറയുന്നത് നീറ്റോപ്സിഡ ഷോസ് ആൻജിയോസ്പേംസ് ലൈക്ക് ഫീച്ചേഴ്സ്. ദെൻ ദ റീസൺ ദേ പൊസസ് വെസൽസ് ആൻഡ് ലാക്ക് ആർക്കിഗോണിയ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെക്യുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഇവിടെ ആൻസർ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. കാരണം രണ്ടും ശരിയാണ് അല്ലെ. അപ്പം ആൻജിയോസ്പേംസിലുള്ള 3 ക്ലാസ്സസ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നീറ്റോപ്സിഡ വളരെ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. നീറ്റോപ്സിഡയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആണ് നീറ്റോപ്സിഡ. അവയ്ക്ക് ആൻജിയോസ്പേമിന്റെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ദെൻ നേരെ തിരിച്ച് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആണ് സൈക്കഡോപ്സിഡ. സൈക്കഡ്സ് ഒക്കെ വരുന്നത്. ആ സൈക്കഡ്സിനാണെങ്കിലോ ടെറിഡോഫൈറ്റ്സോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നീറ്റോപ്സിഡയിൽ ആൻജിയോസ്പേം ലൈക്ക് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവയ്ക്ക് വെസൽസ് പ്രസന്റ് ആണ്. ദെൻ ആർക്കിഗോണിയ ആബ്സെന്റും ആണ്. ഓക്കെ, നീറ്റോപ്സിഡയിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ പല തവണ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻസ് കുറെ തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോ പ്രാവശ്യം പറയുമ്പോഴും എന്താ കേട്ട് ഓർമ്മയിൽ കൊണ്ടുവരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആർക്കിഗോണിയ ആർ ആബ്സെന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കിഗോണിയ ഏതിലാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്? അപ്പൊ ഏതിലാണ് ആർക്കിഗോണിയ ആബ്സെന്റ് ആയിട്ടുള്ളത്? നീറ്റം ആണ് അല്ലെ. നീറ്റത്തിന് ആർക്കിഗോണിയ ആബ്സെന്റ് ആണ്. അത് അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. ഒന്നാമത്തേത് ഏതാ? നീറ്റോപ്സിഡ ഷോസ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. നമ്മൾ ഇപ്പൊ പറഞ്ഞതാണല്ലേ, നീറ്റോപ്സിഡ അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ആണ്. ആ ഒരു ക്യാരക്ടർ കറക്റ്റ് ആണ്. ഓക്കെ, നീറ്റോപ്സിഡ അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ആണ്. ദെൻ രണ്ടാമത്തേത് കോണിഫേഴ്സ് ആർ മോർ പ്രിമിറ്റീവ് ദാൻ സൈക്കഡ്സ് ആണോ? അല്ല. ജിംനോസ്പെർമിന്റെ ഇവല്യൂഷനിൽ ജിംനോസ്പെർം ആദ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സൈക്കഡ്സ് ആണ്. സൈക്കഡ്സ് ആണ് ടെറിഡോഫൈറ്റുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി. സൈക്കഡ്സ് റിസംബിൾസ് ടെറിഡോഫൈറ്റ്സ്. സൈക്കഡ്സിന് ടെറിഡോഫൈറ്റ്സിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് അവയുടെ ട്രങ്കിൽ അവ ഇങ്ങനെ ഒരു ട്രങ്ക് ആയിട്ട് ആ ഒരു ട്രങ്കില് അല്ലെ ക്രൗൺ ലൈക്ക് ആയിട്ടുള്ള ലീഫ് അല്ലേ, നീഡിൽ ആ ഒരു ലീഫിന്റെ സ്ട്രക്ചറും അതൊക്കെ ടെറിഡോഫൈറ്റ്സിന്റെ ഫേൺ പോലെയുള്ള സ്ട്രക്ചർ അല്ലേ, ഇങ്ങനെയുള്ള സ്ട്രക്ചർ അല്ലേ വരുന്നത്. അതൊക്കെ ഫേൺ പോലെയുള്ള സ്ട്രക്ചർ ആണ്. ഓക്കെ, അതാണ് സൈക്കഡ്സ് ടെറിഡോഫൈറ്റിന്റെ റിസംബ്ലൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ നോക്കി. നീറ്റോപ്സിഡ ക്ലോസസ്റ്റ് ടു ആൻജിയോസ്പേം. കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇതിലെ ആൻസർ ഏതാണ് വരിക? 1ഉം 3ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Then നാലാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ജിംനോസ്പെർം ഷോസ് മോട്ടൈൽ സ്പെർംസ്? സാധാരണ ജിംനോസ്പെർംസിൽ മോട്ടൈൽ ആയിട്ടുള്ള സ്പെർംസ് കാണാറില്ല. നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പെർംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണാറുള്ളൂ. അപ്പൊ ഇവിടെ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പെർംസ് കാണുന്നത് ഏതിലാണ്? സൈക്കസ് ആണ് ആൻസർ ആയിട്ട് വരിക. സൈക്കസിൽ മൾട്ടിസീലിയേറ്റഡ് ആയിട്ടുള്ള മോട്ടൈൽ സ്പെർംസ് പ്രസന്റ് ആണ്. അതും ഒരു പ്രിമിറ്റീവ് ഫീച്ചർ ആയിട്ട് പറയാം. ഓക്കെ, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലുള്ള റിസംബ്ലൻസും ഈ ഒരു സൈക്കസിനെ പ്രിമിറ്റീവ് ടെറിഡോഫൈറ്റും ആയിട്ടുള്ള ഒരു എന്താ സിമിലാരിറ്റി കാണിക്കുന്നതിൽ പറയാം. Then അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഫീച്ചർ ഡിസ്റ്റിങ്വിഷസ് കോണിഫോറോപ്സിഡ ഫ്രം നീറ്റോപ്സിഡ? നമ്മൾ ഇൻ കേസ് എല്ലാ എന്താ സ്പീഷീസും പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കോണിഫോറോപ്സിഡയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് പൈനസ് ആയിരിക്കും അല്ലെ. നീറ്റോപ്സിഡയിൽ പഠിക്കുന്നത് നീറ്റം ആയിരിക്കും. സൈക്കഡോപ്സിഡയിൽ നമ്മൾ സൈക്കസ് ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു കോണിഫോറോപ്സിഡയെ നീറ്റോപ്സിഡയിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഫീച്ചേഴ്സ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? നെക്സ്റ്റ് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. പ്രസൻസ് ഓഫ് ട്രക്കീഡ്സ്. അത് ട്രക്കീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ക്യാരക്ടർ ആണ് അല്ലെ. ട്രക്കീഡ്സ് എന്ന് പറയുന്നത് ജിംനോസ്പെർമിന്റെ ജനറൽ ക്യാരക്ടർ ആണ്. അത് കോണിഫോറോപ്സിഡയിൽ നിന്ന് നീറ്റോപ്സിഡയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതല്ല. നേക്കഡ് ഒവ്യൂൾ അതും ജിംനോസ്പെർമിന്റെ ജനറൽ ക്യാരക്ടർ ആണ്. ആബ്സെൻസ് ഓഫ് വെസൽസ്. ഈ കോണിഫോറോപ്സിഡയും ഉണ്ട് നീറ്റോപ്സിഡയും ഉണ്ട്. അവയിൽ വെസൽസ് ആബ്സെന്റ് ആയിട്ടുള്ളത് ഏതിലാണ്? കോണിഫോറോപ്സിഡയിലാണ് അല്ലെ. ഈ തന്നിരിക്കുന്നതിൽ കോണിഫോറോപ്സിഡയിൽ വെസൽസ് ആബ്സെന്റ് ആണ്. വെസൽസ് പ്രസന്റ് ആയിട്ടുള്ള ജിംനോസ്പെർം ക്ലാസ് എന്ന് പറയുന്നത് നീറ്റോപ്സിഡയാണ്. അപ്പൊ സി ശരിയാണ്. ഡി നോക്കിയേ. സെക്കൻഡറി ഗ്രോത്ത്. അതും എന്താ ആൻജിയോസ്പെർമിന്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ ആണ് അല്ലെ. അപ്പൊ ആൻസർ ഏതാണ് വരിക? സി ആണ്. കോണിഫസിൽ വെസൽസ് ഇല്ല, നീറ്റോപ്സിഡയിൽ വെസൽസ് പ്രസന്റ് ആണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ സോഴ്സ് ഓഫ് മാ ഹുവാങ് ഡ്രഗ്. നിങ്ങൾ സിലബസിൽ കൊടുത്തിട്ടുണ്ടല്ലേ ഈ ഒരു നീറ്റോപ്സിഡ, സൈക്കഡോപ്സിഡ, കോണിഫോറോപ്സിഡയുടെ ഒക്കെ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ജിംനോസ്പെർംസിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ മൊഡ്യൂളിൽ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മാ ഹുവാങ്
മാഹുവാങ് എന്ന് പറയുന്ന ഡ്രഗ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? മാഹുവാങ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എഫിഡ്രയിൽ നിന്നാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, എഫിഡ്ര ആണ് ആൻസർ ആയിട്ട് വരിക. The next, in gymnosperm, the nutritive tissue for embryo development is gymnosperms എംബ്രിയോ ഡെവലപ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഏതാണ്? അത് ഏത് കണ്ടീഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ കൊടുത്തേക്കുന്നത് ട്രിപ്ലോയിഡ് എൻഡോസ്പേം ആണോ? ട്രിപ്ലോയിഡ് എൻഡോസ്പേമോ ആൻജിയോസ്പേമിന്റെ പെക്യുലാരിറ്റി ആണ്. ഡിപ്ലോയിഡ് ന്യൂസെല്ലസിൽ നിന്നല്ല ജിംനോസ്പേംസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോറി, എംബ്രിയോ ഡെവലപ്മെന്റിന്റെ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതിലും എൻഡോസ്പേം എന്നുള്ളതിന് പകരം നമ്മൾക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ജിംനോസ്പേംസിലുള്ള ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, എൻ കണ്ടീഷൻ ആണ്, പെരിസ്പേമും അല്ല. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ് വരിക? ഹാപ്ലോയിഡ് ആയിട്ടുള്ളതാണ്. ട്രൂ എൻഡോസ്പേം അതായത് ആൻജിയോസ്പേമിൽ ഉള്ളതുപോലെ ട്രൂ എൻഡോസ്പേം ഇല്ല, പക്ഷെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു എൻഡോസ്പേം ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് ഡയറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻഡോസ്പേം പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ലിവിംഗ് ഫോസിൽ വിത്ത് മെഡിസിനൽ ആൻഡ് ഓർണമെന്റൽ വാല്യൂ. നിങ്ങൾ ഈ ഒരു ലിവിംഗ് ഫോസിൽ എന്നുള്ള പേര് കാണുമ്പോൾ മനസ്സിൽ വരേണ്ടത് ജിങ്കോഎൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ, അതിൽ ജിങ്കോ ബൈലോബിയാണ്. ഓക്കെ, ജിങ്കോഎൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആകെ അവശേഷിക്കുന്നത്, ഇവിടെ ഒരു ജീൻ കൂടി ഉണ്ട്, ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ജിങ്കോ ബൈലോബിയാണ്. ഓക്കെ, അതുകൊണ്ട് അവയെ ലിവിംഗ് ഫോസിൽ എന്നും പറയുന്നുണ്ട്. അപ്പൊ ആൻസർ വരുന്നത് ജിങ്കോ ബൈലോബ. നെക്സ്റ്റ്, കോണിഫറോപ്സിഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തേത് നോക്കാം, റസീൻ കനാല് പ്രസന്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോണിഫറോപ്സിഡ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരേണ്ട എക്സാമ്പിൾ ഏതാണ്? പൈനസ് ആണ് അല്ലെ. അപ്പൊ കോണിഫറോപ്സിഡയിൽ പൈനസിൽ റസീൻ കനാൽ പ്രസന്റ് ആണ്, അവയുടെ പെക്യുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അല്ലെ. രണ്ടാമത്തെ നോക്കിയേ, കമ്പാനിയൻ സെൽസ് ഒക്കേഴ്സ് ഇൻ ഫ്ലോയത്തില് കമ്പാനിയൻ സെൽസ് പ്രസന്റ് ആണ്. കോണിഫറോപ്സിഡ എന്നല്ല, ഒരു ജിംനോസ്പേംസിലും ഫ്ലോയത്തില് കമ്പാനിയൻ സെൽസ് പ്രസന്റ് അല്ല. ഓക്കെ, ലീവ്സ് ആർ നീഡിൽ ലൈക്ക്, അതും ഏതിന്റെ ക്യാരക്ടർ ആണ്? നമ്മൾ പൈനസിൽ ലീവ്സ് പറയുന്നില്ലേ, ലീവ്സ് എന്ന് പറയുമ്പോൾ നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ലീവ്സ് ഉണ്ട് അല്ലെ. രണ്ട് ടൈപ്പ് ഷൂട്ട് പറയുന്നുണ്ട്, ഡ്വാർഫ് ഷൂട്ടും ഉണ്ട്, ലോങ് ഷൂട്ടും ഉണ്ട്. അപ്പൊ ആ ഡ്വാർഫ് ഷൂട്ടിൽ കുറേയും ഡെവലപ്പ് ചെയ്യുന്നത് നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ലീവ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ്, സെക്കൻഡറി ഗ്രോത്ത് ഈസ് വെൽ ഡെവലപ്ഡ് ആണ് അല്ലെ. കോണിഫറോപ്സിഡയിൽ സെക്കൻഡറി ഗ്രോത്ത് വെൽ ഡെവലപ്ഡ് ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? 1, 3 and 4 ആണ്. ജിംനോസ്പേംസിൽ കമ്പാനിയൻ സെൽസ് ആബ്സെന്റ് ആണ്. ഓക്കെ, നമുക്ക് അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ പൊള്ളൻ ചാമ്പർ ഈസ് ഫോംഡ് ഫ്രം, പൊള്ളൻ ചാമ്പർ ഫോംഡ് ചെയ്യുന്നത് ഏതിൽ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇതിന് മുന്നേ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പൊള്ളൻ ചാമ്പർ കാണുന്നത് എവിടെയാണ്, പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണ്? ഓപ്ഷനിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഫീമെയിൽ കോണ്, അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അല്ലെങ്കിൽ ആർക്കിഗോണിയം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒവ്യൂളിലെ ആ ഒരു ഒവ്യൂളിന്റെ സ്ട്രക്ചറിൽ നിന്നാണ്, ഒവ്യൂളിലെ ആർക്കിഗോണിയത്തിന്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മളുടെ എന്ത് പ്രസന്റ് ആയിട്ടുള്ളത്? പോളൻ ചാമ്പർ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഒവ്യൂളിന്റെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഒവ്യൂൾ അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എന്ന് പറയും. ഓക്കെ, ആ ഒരു സ്ട്രക്ചറിൽ താഴെ തന്നിരിക്കുന്നവയിൽ എവിടെയാ പോളൻ ചാമ്പർ ഫോം ചെയ്യുന്നത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ വരുന്നത് ന്യൂസെല്ലസിൽ നിന്നാണ് പോളൻ ചാമ്പർ ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എബൌട്ട് സൈക്കസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. നമുക്ക് ഓരോ ഓപ്ഷൻ ബേസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, മോട്ടൈൽ സ്പേംസ് ആർ പ്രസന്റ്. മോട്ടൈൽ സ്പേംസ് പ്രസന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈക്കസിൽ മൾട്ടി സീലിയേറ്റഡ് ആയിട്ടുള്ള മോട്ടൈൽ സ്പേംസ് പ്രസന്റ് ആണ്. രണ്ടാമത്തത് ആർക്കിഗോണിയ ആബ്സെന്റ് ആണോ? ഈ ഒരു ഓപ്ഷൻ ശരിയാണോ? ആർക്കിഗോണിയ ആബ്സെന്റ് ആയിട്ടുള്ളത് ആരിലാണ്? നീറ്റോപ്സിഡയിലാണ് അല്ലെങ്കിൽ നീറ്റത്തിലാണ്. സൈക്കസിൽ ആർക്കിഗോണിയം പ്രസന്റ് ആണ്. നെക്സ്റ്റ്, കൊറലോയിഡ് റൂട്ട് കണ്ടെയ്ൻ സയനോബാക്ടീരിയ. നമ്മളൊരു സിംബയോട്ടിക് അസോസിയേഷൻ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് അല്ലെ. സയനോബാക്ടീരിയ ആയിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നതാണ് കൊറലോയിഡ് റൂട്ട്. സൈക്കസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് ഈ ഒരു കൊറലോയിഡ് റൂട്ടിന്റെ എനാട്ടമി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അല്ലെ. നെക്സ്റ്റ്, വെസൽസ് പ്രസന്റ് ആണോ? വെസൽസ് പ്രസന്റ് ആയിട്ടുള്ളത് ആരിൽ മാത്രമാണ്? നീറ്റത്തിലാണ് വെസൽസ് പ്രസന്റ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ജിംനോസ്പേംസിലും വെസൽസ് ആബ്സെന്റ് ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? 1, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ജിംനോസ്പേം യൂസ്ഡ് ആസ് ഓർണമെന്റൽ സഗോപാം. ഓർണമെന്റൽ സഗോപാം അല്ലെങ്കിൽ സഗോ സ്റ്റാർച്ച് എന്നൊക്കെ പറയുമ്പോൾ ഏത് ജിംനോസ്പേമുമായിട്ടാണ് അത് എപ്പോഴും ബന്ധപ്പെട്ടിട്ടുള്ളത്? ഏത് ജിംനോസ്പേം ആണ്? സൈക്കസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഒരു നോട്ട് ട്രൂ പാം അല്ല, പക്ഷെ സഗോ പാം എന്നാണ് വിളിക്കുന്നത്. ഒരു ഓർണമെന്റൽ സഗോ പാം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൈക്കസ്. സഗോ സ്റ്റാർച്ച് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സൈക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഉള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വിച്ച് ഈസ് ഇൻകറക്ട്ലി പെയർഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഇൻകറക്ട്ലി പെയർ ആയിട്ടുള്ളത്? നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ബാക്കി ഒരു ഓപ്ഷനും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന്. ഇപ്പൊ നമ്മൾ സൈക്കസ് മാനോസൈലിക് ആയിട്ടുള്ള വുഡ് ആണ് അല്ലെ, മാനോസൈലിക് ആയിട്ടുള്ള വുഡ് ആണ്. അപ്പൊ അവയിൽ ഒന്നാമത്തെ ക്യാരക്ടർ നോക്കി, സൈക്കസില് മാനോസൈലിക് ആയിട്ടുള്ള വുഡ് ആണ്. ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് അല്ലേ? ആണ്. സൈക്കസ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് അല്ലേ? പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ കാണുന്നതാണ് ഈ ഒരു സോഫ്റ്റ് വുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് മീനിങ് പറയാം മാനോസൈലിക്കിന്. അതിൽ സൈലത്തിന്റെ അളവ് കുറവായിരിക്കും കേട്ടോ. ലാർജ് എമൗണ്ട് പാരൻകൈമ ആയിരിക്കും ഉണ്ടായിരിക്കാം. നേരെ തിരിച്ച് പിക്നോസൈലിക് എന്ന് പറയുമ്പോൾ സൈലത്തിന്റെയും ട്രക്കീഡ്സും ഒക്കെ വളരെ കൂടുതലായിട്ടായിരിക്കും ഉണ്ടായിരിക്കും. കുറച്ച് ഡെൻസർ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ക്യാരക്ടർ ആണ് പിക്നോസൈലിക് ആയിട്ടുള്ള വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മാനോസൈലിക് സൈക്കസ് ശരിയാണ്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ പൈനസ് കോണിഫറി എന്ന് പറയുന്നത്. അപ്പൊ അവയിലും പിക്നോസൈലിക് തന്നെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ നീറ്റത്തില് വെസൽസ് പ്രസന്റ് ആണ് അല്ലെ. ബാക്കി എല്ലാത്തിലും ആബ്സെന്റ് ആണെങ്കിലും നീറ്റത്തില് പ്രസന്റ് ആണ്. കോണിഫേഴ്സിൽ കമ്പാനിയൻ സെൽസ് പ്രസന്റ് ആണ്. ആണോ? അല്ല. ജിംനോസ്പേംസിൽ കമ്പാനിയൻ സെൽസ് ഇല്ല. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഡി മാത്രമേ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് ആയിട്ടുള്ളൂ. സോ ഇത്രയാണ് ജിംനോസ്പേമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന ദിവസങ്ങളായിട്ട് ബാക്കി എല്ലാ മൊഡ്യൂളിന്റെയും ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു എന്താ MCQ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.